എപ്പിസോഡ് ഓപ്പണിംഗ് സീനിലെ സേജ് ഓഫ് സിക്സ് പാത്ത് ആള് പറയും ആസറാമ അത് നീ തന്നെയാണ് സാക്ഷാൽ നാറൂട്ടോ. അവന്റെ ബോഡിയിലെ ആ ചക്ര പവർ അതെനിക്ക് നിന്റെ ബോഡിയിൽ ഫീൽ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അത് കേട്ട് കുട്ടപ്പൻ അവനാണെങ്കിൽ എന്താ പറയണ്ടെന്ന് അറിയില്ല. നാറൂട്ടോ ചോദിക്കും അങ്ങനെയാണെങ്കിൽ എന്തിര അവനും ഇപ്പോ എന്നെ പോലെ തന്നെ പുനർജനിച്ചിട്ടുണ്ടാവില്ലേ, അതാരായിരിക്കും? അത് കേട്ട് സേജ് ഓഫ് സിക്സ് പാത്ത് ആള് തല താഴ്ത്തും. അപ്പോഴായിരിക്കും നറൂട്ടോയ്ക്ക് പിടികിട്ടുക അത് മറ്റാരുമല്ല സാക്ഷാൽ സാസുകയാണ്. അവിടുന്ന് അങ്ങനെ ബാക്ക് ഔട്ട് ചെയ്ത അവനിപ്പോ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഫ്ലാഷ് ബാക്കില് നാറൂട്ടോ, ടെൻടെൻ, ഷിനോ, ഷിക്കമരു അങ്ങനെ എല്ലാവരും ഇപ്പൊ ഒരുമിച്ച് കൂടി നിൽക്കുകയാണ്. ഉടനെ എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയും സാസുക അവനിപ്പോ റോക്ക് നിഞ്ചയാണ്, എത്രയും പെട്ടെന്ന് അവനെ കണ്ടെത്തി ഇല്ലാതാക്കണം. അതിൽ ഷിക്കമരു പറയും നാറൂട്ടോ നീ ഒരിക്കലും സാസുകയെ കൊല്ലില്ല, അവന്റെ തെറ്റുതിരുത്തി അവനെ തിരികെ കൊണ്ടുവരാൻ മാത്രമേ നീ ശ്രമിക്കൂ. കാരണം നിനക്കവൻ എന്റെ സ്വന്തം ബ്രദറിനെ പോലെയാണ്. അത് കേട്ട് സാക്കുറ പറയും ഒരിക്കലും സാസുക അത്ര പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ കഴിയില്ല. അവന്റെ കൂടെ ആ മാതരയുണ്ട്, അവന്റെ പവർ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അത് കേട്ട് കിവ അവൻ ചിരിക്കും. കിവ പറയും 6 പേരുകളെ ഒന്നിച്ചില്ലാതാക്കിയവനാണ് നറൂട്ടോ. നറൂട്ടോയെ കൊണ്ട് വളരെ ഈസി ആയിട്ട് അവനെ ഇല്ലാതാക്കാൻ കഴിയും. കട്ട് ചെയ്ത നറൂട്ടോ അവനിപ്പോ ഷോക്കായിട്ട് സേജ് ഓഫ് സിക്സ് പാത്തിനോട് ചോദിക്കും സാസുക അവൻ എന്തിനായതുകൊണ്ടാണോ എനിക്ക് അവനെ അറ്റാക്ക് ചെയ്യാനോ കൊല്ലാനോ ഒന്നും തോന്നാത്തത്? അതിന് സേജ് ഓഫ് സിക്സ് പാത്ത് ആളൊന്നും പറയില്ല. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഇതേ കാര്യങ്ങൾ തന്നെ സേജ് ഓഫ് സിക്സ് പാത്ത് ഇപ്പൊ സാസുകയോടും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. നീയാണ് സാക്ഷാൽ ഇന്ദിര, ആസറാമയുടെ ബ്രദർ. ആസറാമ മറ്റാരുമല്ല സാക്ഷാൽ നറൂട്ടോ ആണ്. നിങ്ങൾ രണ്ടുപേരും ആക്ച്വലി ബ്രദേഴ്സ് ആണ്. ഉടനെ സേജ് ഓഫ് സിക്സ് പാത്ത് ആള് പറയും നിങ്ങൾക്ക് മുൻപ് ആസറാമയും മാതുരയും അവർ രണ്ടുപേരും ആയിരുന്നു എന്റെ മക്കൾ ഇന്ദിരയും ആസറാമയുമായിട്ട് പുനർജനിച്ചത്. മാതുര ഇന്ദിരയും ആസറ എന്റെ മകൻ ആസറയും തന്നെയായിരുന്നു. അവർ രണ്ടുപേരും പരസ്പരം ഒരുപാട് സ്നേഹിച്ചു, വിശ്വസിച്ചു. പക്ഷെ ചില കാര്യങ്ങൾ കൊണ്ട് അവർ തന്നെ പരസ്പരം ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷെ അപ്പോഴും അവർ പരസ്പരം ഒരുപാട് സ്നേഹിച്ചു, റെസ്പെക്ട് ചെയ്തു. പക്ഷെ മാതുര അവനെ തന്നെ ഇല്ലാതാക്കി വീണ്ടും പുനർജന്മം എടുത്തു വന്ന് മാതുര അവനിപ്പോ ആസറയുടെ പവർ അവന്റെ ബോഡിയിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ മാതുരയുടെ ബോഡിയില് ഇപ്പൊ ഇന്ദിരയുടെയും ആസറയുടെയും പവർ ഒരുപോലെ വന്നിരിക്കുകയാണ്. ആ 2 പവറും കമ്പൈൻഡ് ആയി കഴിഞ്ഞാൽ അത് എന്റെ പവറായി മാറും. സാക്ഷാൽ സേജ് ഓഫ് സിക്സ് പാത്തിന്റെ പവർ അതാണ് ഇപ്പൊ മാതുരയ്ക്ക് കിട്ടിയിരിക്കുന്നത്. സേജ് ഓഫ് സിക്സ് പാത്ത് പറയും ഇന്ദിരയുടെയും ആസറാമയുടെ പവർ അത് ലോകത്തിന് നന്മയായി തീരണം എന്ന് കരുതിയാണ് ഒരു കല്ലിൽ അത് മുഴുവൻ ഞാൻ എഴുതി വെച്ചത്. പക്ഷെ അവസാനം അതും വലിയൊരു പ്രശ്നത്തിന് കാരണമായി. നറൂട്ടോ ആണെങ്കിൽ ഇതൊക്കെ കേട്ട് അങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. നറൂട്ടോ ചോദിക്കും അപ്പൊ ഇത്രയും കാലവും നിങ്ങളുടെ മക്കളുടെ ഫൈറ്റ് കണ്ട് നിങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നോ? അതിനാള് പറയും അതെ, സത്യം പറഞ്ഞ അത് തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആക്ച്വലി ഈ ഒരു നെഞ്ചു അത് കണ്ടുപിടിച്ചത് പോലും ലോകത്തെ ഒന്നിപ്പിക്കാനും സമാധാനത്തില് മുൻപോട്ട് കൊണ്ടുപോകാനുമാണ്. പക്ഷെ അതെല്ലാം തന്നെ തകിടം മറിഞ്ഞു. ആക്ച്വലി എന്റെ അമ്മ ആളും വലിയൊരു സെൽഫിഷ് പേഴ്സൺ ആയിരുന്നു. എല്ലാവരെയും അടക്കി ഭരിച്ച് ഒരു ദൈവത്തെ പോലെ കഴിയാനാണ് അവർ ആഗ്രഹിച്ചത്. പക്ഷെ ജനങ്ങളെല്ലാവരും അവരെ കണ്ടിരുന്നത് ഒരു ഡീമനായിട്ട് മാത്രമാണ്. പേടിയോടെയും വെറുപ്പോടും കൂടി മാത്രമാണ് ജനങ്ങൾ അവരെ സമീപിച്ചിരുന്നത് പോലും. ആക്ച്വലി ഇപ്പോഴുള്ള മാതുര അവനും എന്റെ അമ്മയെ പോലെ ആവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവനതില് ഒരു പരിധി വരെ വിജയിച്ചു കഴിഞ്ഞു.